ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോഴും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ചോദ്യചിഹ്നമാക്കുന്നിടത്ത് നിന്ന് ഒരു മാറ്റവും മാറിയിട്ടില്ല. മുൻപ് എപ്പോഴോ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ചോദ്യം അതിനുള്ള ഉത്തരങ്ങളാണ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ അവസാനിക്കും. പക്ഷെ ആരോഗ്യമന്ത്രിക്കോ ഭരണപക്ഷത്തുള്ളവർക്കോ അല്ലെങ്കിൽ ആ പാർട്ടിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കോ ആ ഉത്തരം തരാൻ സമയമില്ല. ഇപ്പോഴും അവർ വെറുതെ അങ്ങ് കൊമ്പ് കോർത്തുകൊണ്ടിരിക്കുകയാണ്, അതും ഡോക്ടർ ഹാരിസിന്റെ അടുത്ത്. ഇതിന്റെ ആവശ്യമുണ്ടോ എന്നത് നമുക്കറിയില്ല. വേണ്ട. ഹാരിസ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിന് ജോലിയിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വന്ന പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളാണ് ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചത്. അത് അതോറിറ്റിയെ അറിയിച്ചിട്ടും പരിഹാരം കാണാത്ത പ്രശ്നങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഇപ്പോഴതിനൊരു പരിഹാരമായി. പക്ഷെ ഹാരിസ് എന്നുള്ള ഡോക്ടർ ഇപ്പോഴും സർക്കാരിന് എന്തോ ഒരു വില്ലനായിട്ടാണ് സർക്കാർ അദ്ദേഹത്തെ കാണുന്നത്. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ ഡോക്ടർ ഹാരിസിനെ താക്കീത് ചെയ്തേക്കും. മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയ സാമൂഹിക മാധ്യമത്തിൽ കുറിപ്പ്. മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ കടുത്ത നടപടിക്ക് സാധ്യതയില്ല. സർവീസ് ചട്ടലംഘനം കാണിച്ചു വകുപ്പ് തലത്തിൽ താക്കീത് പരിഗണനയിലാണ്. അദ്ദേഹത്തിനെതിരെ ഒരു റിപ്പോർട്ടും നിലവിൽ സർക്കാരിലേക്ക് എത്തിയത് പോസിറ്റീവായിട്ടാണ് അദ്ദേഹത്തിന്. പക്ഷേ സർക്കാരിന് അദ്ദേഹത്തിനോട് എന്തോ അമർഷമുള്ളതുപോലെയാണ് പെരുമാറുന്നത്. നമുക്കറിയാം, ഇന്നലെ MV ഗോവിന്ദന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടിടത്ത് പോലെയല്ലാതെ ചൂണ്ടിക്കാണിച്ചാൽ വിമർശിക്കേണ്ടി വരും. പ്രതിപക്ഷത്തിന് ആയുധം നൽകുകയാണ് ഡോക്ടർ ഹാരിസ് ചെയ്തത്. കോവിഡിൽ അമേരിക്ക പോലും വിറങ്ങലിച്ചപ്പോൾ ശരിയായ നിലപാട് സ്വീകരിച്ച ഒരേ ഒരു കേന്ദ്രമാണ് കേരളം. ഇതാണ് CPM പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകൾ. ഞാൻ ചോദിച്ചോട്ടെ, കോവിഡും അത് റിലേറ്റ് ചെയ്തിട്ടുണ്ടായ മരണങ്ങളും കോവിഡ് മരണങ്ങൾ ഇപ്പോഴും കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ്. ഇനി കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ MV ഗോവിന്ദൻ അവസാന നിമിഷങ്ങളിൽ ഒരുപാട് സബ്ജക്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് കൊടുക്കുന്ന ആളാണ്. അപ്പൊ ഇപ്പൊ കോവിഡ് മരണവും അല്ലെങ്കിൽ കോവിഡിന് എന്ത് ചെയ്തു എന്നുള്ളതും വലിയൊരു ചോദ്യമായിട്ട് കേരളത്തിന് നേരെ വരികയാണ്. ഇപ്പോ ഈ ഒരു നിലപാടിൽ സർക്കാരിന്റെ ഈ നടപടി സ്വീകരിച്ചേക്കും എന്നുള്ള ഒരു സംശയത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഇതിനെതിരെ ഡോക്ടേഴ്സ് രംഗത്ത് ഇറങ്ങുമെന്നാണ് പറയുന്നത്. തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് അംഗീകരിക്കാനുള്ള മനസ്സ് വേണം. നമുക്കറിയാം, പിണറായി വിജയൻ എപ്പോൾ ഇതിനെ വിമർശിച്ചോ അന്ന് മുതൽ നമ്മുടെ ആരോഗ്യമന്ത്രി മൗനവ്രതത്തിലാണ്. പക്ഷെ നേതാക്കളെല്ലാം അങ്ങ് വിമർശിച്ചു തുടങ്ങി. അതായത് ഒരു ചെറിയൊരു തിരി കൊളുത്തി വിട്ടു, ഇപ്പൊ അതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുരളീധരൻ ഈ ഒരു നിലപാടിനെയും ആരോഗ്യ മേഖലയെക്കുറിച്ചും നാവടക്കിയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും അതിനോട് പ്രതികരിക്കുന്നുണ്ട്. രജിസ്ട്രാറിന്റെ പല നിലപാടുകളോടും ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ആക്ഷേപമുണ്ടെങ്കിലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത വിഷയത്തിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. കാരണം സെനറ്റ് ഹാള് RSSന്റെ ചിത്രം വെച്ച് ഒരു പരിപാടി നടത്താൻ സ്വാഭാവികമായിട്ടും പാടില്ല, തെറ്റാണ്. അപ്പോൾ അത് വിലക്കിയതിൻ്റെ പേരിലുള്ള സസ്പെൻഷന് അത് ശരിയല്ല. ഇവിടെ RSSന്റെ നിയമങ്ങൾ നടപ്പാക്കാനാണ് ഗവർണർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ വിവാദത്തിൽ ഒരു കാര്യം തുടക്കം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒന്ന്, ഈ സമിതി ഒരു സ്വകാര്യ സ്ഥാപനമാണ്. ഈ പത്മനാഭസ്വാമി സേവാ സമിതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ ഒരു സ്വകാര്യ സ്ഥാപനം ഒരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കേണ്ടതായിരുന്നു യൂണിവേഴ്സിറ്റി. പക്ഷെ അതുണ്ടായില്ല. പക്ഷെ എങ്കിലും ആ ചിത്രം വെച്ച് പരിപാടി നടത്തിയത് തെറ്റാണ്. അതുകൊണ്ടാണ് ഇത് പരിപാടി നടത്തരുത് എന്ന് രജിസ്ട്രാർ പറയാനുള്ള കാരണം. അതിൻ്റെ പേരിലുള്ള സസ്പെൻഷൻ ശരിയല്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു പക്ഷേ കോടതിയിൽ സമീപിച്ചാൽ അദ്ദേഹത്തിന് കോടതിയിൽ നീതി കിട്ടും. അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള നയങ്ങളോടൊക്കെ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ഈ കാര്യത്തിൽ RSSനെ വെള്ളപൂശുന്ന ഈ പത്മസേവാ സമിതിയുടെ പ്രവർത്തനങ്ങളെ തടഞ്ഞ ആ രീതി ഒരു തെറ്റല്ല. അത് യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി അദ്ദേഹം സ്വീകരിച്ച നിലപാട്. അല്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അത് ഒരു പക്ഷേ കോടതിയിൽ രജിസ്ട്രാർക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതായാലും സസ്പെൻഡ് ചെയ്ത നടപടി ശരിയല്ല. ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്തതിനോട് യോജിക്കാൻ നിർത്തിയില്ല. VC ആ ചെയ്യാൻ പാടില്ല. കാരണം VC എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അഡീഷണൽ ചുമതലയാണ്. അഡീഷണൽ ചുമതലയുള്ളൊരു വൈസ് ചാൻസലർ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം യൂണിവേഴ്സിറ്റി റൂളുകൾ പരിപാലിക്കേണ്ട ആളാണ്. അതാണല്ലോ ഫൈനൽ അതോറിറ്റി. അദ്ദേഹമാണ് ചാൻസലർ കഴിഞ്ഞാൽ
പ്രോ ചാൻസലർ ഉണ്ടെങ്കിൽ പോലും വൈസ് ചാൻസലറാണ് ശരിക്കും പറഞ്ഞാൽ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു വൈസ് ചാൻസലർ ഇങ്ങനെ നടപടി സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ നിർദ്ദേശിച്ചിട്ട് കാണുക. ഇങ്ങനെ റിപ്പോർട്ടൊക്കെ കൊടുക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള അവസ്ഥ അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടാവും, അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം. പക്ഷേ വൈസ് ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹം തീരുമാനമെടുക്കുമ്പോൾ കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ട ഒരാളാണ്. ഒരിക്കലും ഒരു ബാക്ക് ഡോർ എൻട്രി നടത്താൻ BJPയെ അനുവദിക്കുന്ന പ്രശ്നവുമില്ല. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് ഈ VC സ്വമേധയാ എടുത്ത തീരുമാനമാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ, അതോ ഈ രാജ്ഭവനിൽ നിന്നോ അല്ലെങ്കിൽ ഗവർണറുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിപ്പോൾ സംശയിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ശ്രീ രാജേന്ദ്ര അലേക്കറെ ഇവിടെ ഗവർണറാക്കി വെച്ചത് ഈ സംസ്ഥാനത്തിനെ മെച്ചപ്പെടുത്താനൊന്നുമല്ല, BJPയുടെ ആശയങ്ങൾ ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കൊരു എലക്റ്റഡ് ഗവൺമെൻറ് ഉണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് രാജ്ഭവനിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അത് ഇവിടെ മാത്രമല്ല, ഇന്ത്യയുടെ പല സ്റ്റേറ്റിലും ഉണ്ട്, നോൺ BJP സ്റ്റേറ്റിലൊക്കെ അതുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ ചിലവാവില്ല കേരളത്തിൽ. തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാ സേവാ സമിതിക്കാരോടാണ് എക്സ്പ്ലനേഷൻ ചോദിക്കേണ്ടത്? ഇങ്ങനെ അവരുടെ ഇഷ്ടമുള്ള ചിത്രം വയ്ക്കാനുള്ളതാണോ സെനറ്റോട്? അതിന് പകരം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിട്ട് എന്താ കാര്യം? ആ സേവാ സമിതിയാണ് റൂൾ ലംഘിച്ചിട്ടുള്ളത്. അവർക്കെതിരായിട്ട് എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല? ഈ ഡോക്ടർ ഹാരിസിൻ്റെത് ചട്ടലംഘനമാണ്, പക്ഷെ നടപടി വേണ്ട എന്നാണ് അന്വേഷണ റിപ്പോർട്ട് സർക്കാരിലേക്ക് പോയിരിക്കുന്നത്. അല്ല, ഒരു ഡോക്ടറെ സംബന്ധിച്ച്, ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നാളെ എന്തെങ്കിലും തകരാറ് പറ്റിയാൽ അദ്ദേഹമാണ് മറുപടി പറയേണ്ടി വരിക. ഇപ്പോൾ സർജറി സമയത്ത് നടത്താതെ ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരോടാ ചോദിക്കുക? മന്ത്രിയോടല്ല, ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡിനോടാണ് ചോദിക്കുക. ആ നിലയ്ക്കാണ് ഡോക്ടർ ഹാരിസ് ഇങ്ങനത്തെ ഒരു നിലപാട് സ്വീകരിച്ചത്. അദ്ദേഹം പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇടതുപക്ഷ അനുഭാവിയാണ് അദ്ദേഹം. പക്ഷെ ഇവിടെ രാഷ്ട്രീയമല്ല നോക്കണ്ട. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇന്നൊരു ചാനലിൽ ഞാൻ വാർത്ത കണ്ടു, ഞാൻ എൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചില്ല. കോഴിക്കോട് ഒരു 65 വയസ്സുള്ള ഒരു പത്രം വിറ്റ് നടക്കുന്ന ഒരാളെ വാഹനം ഇടിച്ച് അദ്ദേഹത്തിന് ആദ്യം ജില്ലാ ആശുപത്രിയിൽ കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് റെഫർ ചെയ്തു. ഇവിടെ വന്നപ്പോൾ ശസ്ത്രക്രിയ നടത്താനുള്ള എക്യുപ്മെൻറ്റ്സ് വരെ 65 വയസ്സുള്ള പത്ര വിൽപ്പനക്കാരനോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എവിടെ എത്തി ഈ ആരോഗ്യ വകുപ്പ് കേരളത്തിൽ? അപ്പോൾ ഇതുപോലെ പരാജയപ്പെട്ടൊരു മന്ത്രി, ഞാൻ പറയുന്നത് ഡോക്ടർ AR മേനോനെ പോലെ പ്രഗത്ഭമതികൾ കൈകാര്യം ചെയ്ത വകുപ്പിൽ ഈ മന്ത്രി ഒരു അട്ടർ ഫെയിലിയറാണ്. അത് പറയുമ്പോൾ ഞങ്ങളുടെ മെക്കട്ടയ്ക്ക് ചാടിയിട്ട് കാര്യമൊന്നുമില്ല. കെ മുരളീധരൻ്റെ ഹിസ്റ്ററി നോക്കാനല്ല വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയാക്കിയിട്ടില്ല, കേരളത്തിലെ ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പകരം വിമർശിക്കുന്നവരെ പേഴ്സണൽ ഹരാസ്മെൻറ്റ് അത് അവരുടെ സംസ്കാരമായിരിക്കും. ഞാൻ ആ സംസ്കാരത്തിലേക്ക് വിടുന്നില്ല, കാരണം ഇവിടെ തർക്കം ഞങ്ങൾ തമ്മിലല്ലല്ലോ. ആരോഗ്യ വകുപ്പിൻ്റെ അനാരോഗ്യത്തിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഗൗരവം മനസ്സിലാക്കണം. ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർമാർ മുഴുവൻ ഈ സർക്കാരിനെതിരെ രംഗത്ത് വരും. അതുകൊണ്ടാണ്, അല്ലാതെ ഡോക്ടർ ഹാരിസിനോട് ഇഷ്ടമുണ്ടായിട്ടൊന്നുമില്ല. ഈ നടപടി ശരിയല്ല. ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കും, അത് തിരുത്തേണ്ടതിന് പകരം ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് ഇവിടെ മുഖ്യമന്ത്രിക്കും മന്ത്രിക്കൊക്കെ ഉള്ളത്. പിന്നെ മന്ത്രിയെ പറഞ്ഞിട്ട് കാര്യം, അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷേ ഇങ്ങനെ ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ. അതായത് മെഡിക്കൽ കോളേജുകൾ മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ ഇതാണ് അവസ്ഥ. ഇപ്പോൾ എന്തിനാ പാവപ്പെട്ട രോഗികൾ സർക്കാർ ആശുപത്രിയിൽ പോകുന്നത്? എന്തിനാ? അവർക്ക് അവിടെ പോകാൻ കഴിയൂ. അവർ കാരണം സ്വകാര്യ ആശുപത്രിയിൽ നല്ല സേവനമുണ്ട്, പക്ഷേ അവർ ഈ പാവപ്പെട്ട രോഗികൾക്ക് ഒരു കോട്ട മാത്രം മാറ്റി വയ്ക്കുക. ഒരു കോട്ട അവർക്കുണ്ട്, പക്ഷേ അതിനപ്പുറം അവർ ചെയ്യില്ല. കാരണം അവർക്ക് ഡോക്ടർമാർക്ക് അവർ പറയുന്നത് ഈ ഡോക്ടർമാർക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കേണ്ടതെന്നാണ് അവർ പറയുന്നതിന് ശരിയുണ്ട്. അവർ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ സ്വകാര്യ ആശുപത്രിയിൽ പോകും, നമുക്കതിനെ കുറ്റം പറഞ്ഞുകൂടാ. പക്ഷേ സാധാരണക്കാരായിട്ടുള്ളൊരു രോഗി സർക്കാർ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവർക്ക് ഇതാണ് അനുഭവമെങ്കിൽ പിന്നെ മഞ്ഞക്കാടിന് പോലും വിലയില്ലാത്ത അവസ്ഥയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് മറ്റൊരു ആശയം വന്നു. ഒരു കെട്ടിടം പണിയുന്ന അവിടെ പരിക്കേറ്റൊരു വ്യക്തി
അദ്ദേഹത്തിന് മഞ്ഞക്കാട് വേണ്ടി വന്നു. അവസാനം 88,000 രൂപ ആളുടെ കയ്യിൽ നിന്ന് ചിലവായി, അത് മരിക്കുകയും ചെയ്തു. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ട ചുമതലയില്ലേ പ്രതിപക്ഷത്തിന്? പക്ഷെ മന്ത്രി പറയുന്നത് LDF UDF കാലത്തെ താരതമ്യത്തിന് വെല്ലുവിളിക്കുന്നുണ്ട് മന്ത്രി. അല്ല, എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഫണ്ട് വിനിയോഗിച്ചിട്ട് എന്താ? ഫണ്ട് വിനിയോഗിച്ച എക്യുപ്മെൻറ്റ്സ് എവിടെ? UDF കാലത്ത് ഏതെങ്കിലും, UDF മാത്രമല്ല കഴിഞ്ഞ LDF സർക്കാരുകളുടെ കാലത്തും മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്യാൻ ഉപകരണങ്ങളില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടില്ല. ശങ്കരൻ വക്കീലിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താ ശങ്കരൻ വക്കീലിൻ്റെ കാലത്ത് എത്ര പേഷ്യൻസ് മരിച്ചിട്ടുണ്ട് സർജറി ഇല്ലാതെ? അദ്ദേഹത്തിന് ചികിത്സ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയ സമയത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ പറയാം. ഇവിടെ മെഡിക്കൽ കോളേജുകളുടെ അപര്യാപ്തത മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മെഡിക്കൽ കോളേജിന് വേണ്ടി മുൻകാല സർക്കാരുകൾ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് LDF. ഇപ്പോഴങ്ങനെയല്ല സ്ഥിതി. ഇപ്പോഴത്തെ സ്ഥിതിനെ പറ്റി പറയുമ്പോൾ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണോ? എന്നാൽ ഫ്ലാഷ് ബാക്ക് കാണാനാണോ ചെന്നിരിക്കുന്നത്? നിലവിലുള്ള സാഹചര്യം എന്താ? അപ്പോൾ അക്കാര്യത്തിൽ അമ്പേ പരാജയമാണ് ഈ